ധൈര്യം കിട്ടിയത് എവിടെയാണ്? മഹാന്മാരുടെ ആശീർവാദങ്ങളാണ്. മഹാനായ മടവൂർ ശൈഖുതങ്ങൾ മഹാനായ കാന്തപുരം ഉസ്താദിനെ ആശീർവദിച്ചില്ലേ? താജുന് നമുക്ക് ആശീർവാദം കൊടുത്തില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ മുഹമ്മദ് അലബി മാലിക്കി മക്കി അവര് മഹാനായ കാന്തപുരം ഉസ്താദിന് ആശീർവാദം കൊടുത്തില്ലേ? വടകര മുഹമ്മദ് ആജിതങ്ങൾ ആശീർവാദം കൊടുത്തില്ലേ? അങ്ങനെ സകല മഹാന്മാരായ പണ്ഡിതന്മാരും അവിടുന്ന് ആശീർവാദം കൊടുത്തു. ആ ആശീർവാദത്തിന്റെ പിൻബലത്തിലല്ലേ മഹാന്മാരൊക്കെ ഇന്ത്യ നടത്തുന്നത്. അതുകൊണ്ടല്ലേ അവരുടെ വാക്കിന് ഇത്ര വലിയ ബറക്കത്തുണ്ടാകുന്നത്. അവരൊരു നോക്ക് കാണാൻ, അവരുടെ ഒരു വാക്ക് കേൾക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ബക്രാനിന്റെ മണ്ണിൽ എത്ര ആയിരങ്ങളാ ഒരല്പസമയം മുമ്പേ അതേ ഇവിടെ തടിച്ചുകൂടിയത്. വലിയൊരു ബറക്കത്താണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അതേ മുമ്പേ കഴിഞ്ഞുപോയ മഹാന്മാരെ ആശീർവാദം കൊടുത്തുപോയിട്ടുണ്ട് കേട്ടോ. അവരുടെ ആശീർവാദത്തിന്റെ പിൻബലത്തിൽ വിശുദ്ധമായ ദീനിന് വേണ്ടി ഇറങ്ങിയപ്പോൾ മുസ്താദ് ഇവിടെ വരുന്നതിന് മുമ്പ് പഞ്ചിക്കൽ കന്യാനിൽ മഹാനായ ആറ്റക്കോയ തങ്ങൾ കൊടുവള്ളി അവരുടെ സ്ഥാപനത്തിൽ അവിടെ നിന്ന് പരിപാടിയിൽ സംബന്ധിച്ചപ്പോൾ അതിന് മുമ്പ് സംസാരിച്ച നമുക്കറിയില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, കുമ്പോര് സാദാത്യങ്ങള് വലിയ മഹാന്മാരല്ലേ. മഹാനായ കുമ്പോര് ആറ്റക്കോയ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു ഒന്നുണ്ട്, കാന്തപുരം ഉസ്താദ് ഈ ലോകത്തിന് അല്ലാഹു തആല നൽകിയ വലിയൊരു സമ്മാനമാ. മഹാനായ ബഹുമാനപ്പെട്ട തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനല്ല. ഒരു കല്ലിനെ തൊട്ടാൽ പോലും പൊന്നാക്കുന്ന മഹാനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സർവ്വസാദാത്തികളും ഈ രൂപത്തിൽ മഹാന്മാരെ കുറിച്ച് പറഞ്ഞതെന്തേ? സകല മഹാന്മാരായ സയ്യിദുമാരും ആശീർവാദം കൊടുത്തതെന്തേ? അതേ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാര് ഇഖ്ലാസോടുകൂടി ദീനിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ അവരുടെ പ്രവർത്തനത്തിൽ ഭൗതികമായ ഒരു താല്പര്യമില്ല. അവിടെ പണമുണ്ടാക്കണമെന്നുള്ള ചിന്തയില്ല. ദുനിയാവിന്റെ പിന്നാലെ ഓടിയില്ല കേട്ടോ. ദുനിയാവിന് ഒരു വിലയും വെക്കാതെ അവർ ഇഖ്ലാസോടെ പ്രവർത്തിച്ചപ്പോൾ ദുനിയാവ് അവരുടെ പിന്നാലെ വന്നുപോയി. അതേ കാന്തപുരം ഉസ്താദിന്റെ പിന്നിൽ, മഹാന്മാരായ പണ്ഡിതന്മാരുടെ പിന്നിൽ അവര് ദുനിയാവിനെ വില വെക്കാതെ പോയപ്പോൾ, അവര് ദുനിയാവിന്റെ പിന്നാലെ നടക്കാതെ പോയപ്പോൾ ദുനിയാവ് അവരുടെ പിന്നാലെ വന്നില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? അതാണ് മഹാന്മാർ. അത് പറഞ്ഞില്ലേ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മംഗലാപുരത്തിൽ വെച്ചുകൊണ്ട് ഏനപ്പായ ഹാജി അടക്കമുള്ള ആ സദസ്സിൽ എന്തോ ഒരു സ്ഥാപനത്തിന് വേണ്ടി അവിടുന്ന് പിരിവ് നടത്തിയപ്പോഴേക്ക് ഏതാനും മിനിറ്റുകളെ കൊണ്ട് 1.5 കോടി രൂപ അവിടുന്ന് സ്വരൂപിച്ചപ്പോൾ, അവിടുന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ ഏനപ്പോയ ഹാജി പറഞ്ഞു പോലും കാന്തപുരം ഉസ്താദ് എന്തൊരു വല്ലാത്ത ഒരു അത്ഭുതമാണല്ലോ ഇവിടെ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, സകലരും പറയുന്നു എന്തേ നമുക്കിപ്പോ ഇവിടെ 1500 രൂപ ഉണ്ടാക്കാൻ പ്രയാസപ്പെടുത്തുന്നിടത്ത് മഹാനായ കാന്തപുരം ഉസ്താദ് ആ ബറക്കത്തുള്ള നാവ് കൊണ്ടത് ചോദിച്ചാൽ സുബ്ഹാനല്ലാഹ് കോടികളാണ്. 1.5 കോടി രൂപ അതേ സദസ്സിൽ വാഗ്ദാനം ചെയ്തുവെന്ന് പറയുമ്പോൾ അതാ ഞാൻ പറഞ്ഞു വന്നത്. എന്തുകൊണ്ടാണ് ദുനിയാവ് ഇവരുടെ പിന്നാലെ വരുന്നത്? അവരൊക്കെയും ഇഖ്ലാസോടെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ രാഷ്ട്രീയക്കാരന്റെ ചുട്ടൂലങ്ങളെ ഒരിക്കലും പേടിച്ചില്ല കേട്ടോ. ഭൗതികന്മാരുടെ ഏതെങ്കിലും അതേ അവർ കണ്ണുറുക്കുമ്പോൾ പേടിച്ചില്ല. ഇവിടുന്ന് ഉപരോധിച്ചപ്പോഴും ആരിവിടുന്ന് ഈ സമൂഹത്തിന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും അപ്പോഴൊക്കെയും എന്റെ പ്രിയപ്പെട്ടവരെ ആത്മധൈര്യത്തോടെ മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ വഴിയിൽ അവരൊക്കെയും ചിന്തിച്ചു നല്ല ആത്മധൈര്യത്തോടെ ഇവിടുന്ന് ദീനിന് വേണ്ടി നേതൃത്വം നൽകിയപ്പോൾ സുബ്ഹാനല്ലാഹ് ലോകത്ത് വലിയ അംഗീകാരം കിട്ടിപ്പോയി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നാം ഒന്ന് മനസ്സിലാക്കണം, അന്ന് നമുക്ക് നൽകിയ വലിയ അനുഗ്രഹീത നേതൃത്വമാണ്. ഇല്ല ഇത്രയും വലിയൊരു അനുഗ്രഹീത നേതൃത്വം നമുക്ക് ലോകത്തെവിടെയും കാണാൻ കഴിയില്ല. അല്ലാഹു തആല നേതൃത്വത്തിന് ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ രൂപത്തിൽ അല്ലാഹുവിന് വേണ്ടി അവരുടെ ജീവിതം മുഴുവനും നീക്കിവെച്ചപ്പോൾ മഹാനായ ഗൗസുൽ കണ്ടില്ലേ, ഹബീബിന്റെ ആശീർവാദം കിട്ടിപ്പോയി. അത് മാത്രമല്ല, പിന്നെയും വരുന്നു മഹാനായ ഗൗസുൽ ആസമിന്റെ ആശീർവാദവുമായി ആരാ വരുന്നത്?
മറ്റൊരു ഉപ്പാപ്പയാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ്. തങ്ങൾ വന്നുകൊണ്ട് പറയുന്നു, മോനെ വായ തുറക്കുക. മഹാനായ ഗൗസുലാമം വായ തുറന്നപ്പോൾ 6 പ്രാവശ്യം അതാ തുപ്പിക്കൊടുത്തുപോയി. എന്തേ 7 പ്രാവശ്യം തുപ്പിയില്ല? അത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് 7 പ്രാവശ്യം തുപ്പിയിട്ടുണ്ട്. അത് ബഹുമാനിച്ചുകൊണ്ട് ഒന്ന് കുറച്ചു 6 പ്രാവശ്യം ഓതിക്കൊടുത്തില്ലേ? ഓ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പറഞ്ഞു, ദീന് നടത്തിക്കോ അബ്ദുൽ ഖാദിർ. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയ ദീനിന്റെ ദാവത്ത് പ്രിയപ്പെട്ടവരെ എന്താ ഉണ്ടായത്? 40 ചാണ്ടോളം വയവ് പറഞ്ഞോവർ, നന്നായി 90 കാലമിരുന്നോവർ. 40 കൊല്ലക്കാലം ബാഗ്ദാദിൽ പ്രത്യേകമായ സ്റ്റേജ് ഉണ്ടാക്കിയിട്ട് അവിടുന്ന് വയവ് പറഞ്ഞുപോയി. സാധാരണ വയവല്ല. ഏതെങ്കിലും ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് എന്തെങ്കിലും പൊട്ടീസുകളല്ല കേട്ടോ. വല്ലാത്ത അർത്ഥഗഹരമായ വയലാണ്. അവരെ വയലാൽ പലരും ചാകുന്നോവർ. വയത് കേട്ട് പലരും കൽബ് പൊട്ടി മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ആ രൂപത്തിലുള്ള വലിയ വയലങ്ങോട്ട് പറഞ്ഞപ്പോൾ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ എന്റെ പ്രിയപ്പെട്ടവരെ സത്യത്തിന്റെ വഴിയിലേക്ക് കടന്നു വന്നുപോയി. ഇസ്ലാമിനെ അനുഭവിച്ചറിഞ്ഞു പോയി. അതുകൊണ്ടല്ലേ മുഹിയുദ്ദീൻ എന്ന പേര് കിട്ടിയത്. ദീനിനെ ഹയാത്താക്കിയവർ, ദീനിൽ ജീവൻ കൊടുത്ത ആള് എന്നല്ലേ അതിന്റെ അർത്ഥം. ആ രൂപത്തിൽ മഹാനായ ഗൗസുലാമം തന്റെ 90 കൊല്ലക്കാലം എന്റെ പ്രിയപ്പെട്ടവരെ ചില്ലറയല്ല. ഈ 90 കൊല്ലക്കാലവും തന്റെ ജീവിതം മുഴുവനും റബ്ബിന് വേണ്ടി അവിടുന്ന് വിനിയോഗിച്ചപ്പോൾ അത് വല്ലാത്ത ഭാഗ്യം തന്നെ. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുകയാണ് ഞാൻ. എന്റെ സദസ്സിനോട് ചോദിക്കുകയാണ്, സ്വന്തം നഫ്സിനോടും ചോദിക്കുകയാണ്. നമ്മുടെ വയസ്സൊന്ന് നാം കണക്കാക്കി നോക്കണം. ഈ വയസ്സതേ 40 വയസ്സാണെന്ന് കിട്ടിയാൽ ആ 40 വയസ്സിന്റെ ഇടയിൽ എന്റെ പ്രിയപ്പെട്ടവരെ റബ്ബിന് വേണ്ടി, റബ്ബിന്റെ ദീനിന് വേണ്ടി, അള്ളാഹ് പൊരുത്തപ്പെടുന്ന കാര്യത്തിന് വേണ്ടി നാം നീക്കിവെച്ച മണിക്കൂറുകൾ, ദിവസങ്ങൾ നമുക്കൊരു കണക്കാക്കാൻ കഴിയുമോ? കണക്കാക്കിയാൽ തന്നെ എവിടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ? ഒരല്പം മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ മഹാന്മാര് അവരുടെ ജീവിതത്തിൽ ഒന്നുപോലും വെറുതെയാക്കിയില്ല. നൂറുൽ ഉലമയും താജുൽ ഉലമയും റബീഉൽ ആഖിറത്തിൽ വഫാത്തായ മഹാന്മാരല്ലേ ഇവിടെ അനുസ്മരിച്ചില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? 90കൾക്ക് അപ്പുറം കൊല്ലങ്ങൾ ജീവിച്ചപ്പോൾ അവരൊക്കെയും ജീവിച്ചത് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്, ദീനിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിന്റെ ചെറിയൊരംശം പോലും നമുക്ക് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നമുക്ക് നീക്കി വെക്കാൻ കഴിയുന്നുണ്ടോ? അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഗൗസുൽ ആദമിനെ അനുസ്മരിക്കുന്ന ഈ നല്ല മാസത്തിൽ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കാനുള്ള ഒരു പ്രതിജ്ഞയും നമുക്ക് എടുക്കേണ്ടതുണ്ട്. നമുക്കതേ നമ്മുടെ അമലുകളെ കൊണ്ട് ഒരിക്കലും നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയില്ല കേട്ടോ. മഹാന്മാരോടുള്ള മഹബത്തല്ലേ നമ്മുടെ ഏറ്റവും വലിയ അവലംബം. ആ മഹാന്മാരോടുള്ള സ്നേഹമല്ലേ നമ്മുടെ അവലംബം. അതുകൊണ്ട് മഹാന്മാരെ സ്നേഹിച്ചോളൂ, മഹാന്മാരെ ആദരിച്ചോളൂ. അതല്ലേ നമ്മുടെ പാരമ്പര്യം, അതാണ് നമ്മുടെ ദീനെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ വഴിയിലായി ജീവിച്ചു മരിക്കാൻ അർഹമർ റഹീമായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഏത് സമയത്തും മരണത്തിനെ കുറിച്ചുള്ളൊരു ഓർമ്മ നമുക്ക് വേണം. ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവരാണ്. പ്രിയപ്പെട്ടവരെ, മരണം നമ്മുടെ പിന്നാലെ വരുന്നുണ്ട്. വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഇലിഹി. മരണം അവൻ ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ വാറിനേക്കാളും അവനോട് അടുത്ത് കിടക്കുകയാ. ആ മരണം എപ്പോഴാ വരിക നമുക്ക് പറയാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ജീവിച്ചത്ര ഇനിയും ജീവിക്കാൻ കഴിയുമെന്നുള്ള ചിന്ത വേണ്ട. ഭക്ഷിച്ച അത്രയും ഇനി എനിക്ക് ഭക്ഷിക്കാൻ കഴിയുമെന്നുള്ള ധൈര്യം നമുക്ക് വേണ്ട. കുടിച്ചത്ര ഇനിയും കുടിക്കാൻ കഴിയുമെന്നുള്ള ധൈര്യം നമുക്ക് വേണ്ട. അതെ, നാം കളിച്ച് പതിച്ച് നാം ജീവിച്ചിട്ടുണ്ട്. ഇനിയും അത്രയും കാലം നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ള ചിന്ത വേണ്ട. ഏത് സമയത്തും നാം മരിക്കുമെന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. അല്ലാഹു തആല നമ്മെ ഈമാൻ സലാമത്താക്കുമാറാവട്ടെ.
ലോകമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. അതേ മരണത്തോടു കൂടിയെല്ലാം തീരുന്നതല്ല, മരണത്തിന് ശേഷമല്ലേ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നതാ. ആ മരണത്തിന് ശേഷം നമുക്ക് പോകാനുള്ളൊരു ലോകമുണ്ട്, അതേ പരലോകമല്ലയോ. ആ പരലോകത്തേക്ക് പോകുമ്പോൾ അല്ലാഹു തആല ഖുർആനിലൂടെ ചോദിച്ച ഒരായത്ത് ഞാനതേ എന്റെ സദസ്സിന്റെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചത് ഓരോ ശരീരവും ചിന്തിച്ചു കൊള്ളട്ടെ. നാമൊക്കെയും അതേ നെയ്യിൽ കൈവച്ചുകൊണ്ട് നാം ഒന്ന് ചിന്തിക്കണം. നാളേക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്തത്, നാളേക്ക് വേണ്ടി ഞാൻ എന്ത് സൽക്കർമ്മങ്ങളാ ചെയ്തു വെച്ചത്, നാളേക്ക് വേണ്ടി ഞാൻ എന്ത് അമലുകളാ ഒരുക്കിയത്. ഓ പ്രിയപ്പെട്ടവരെ, സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നൊരു മറുപടിയാണോ നമുക്ക് ലഭിക്കുന്നത് എങ്കിൽ ഒരിക്കലും സമയം പാഴാക്കണ്ട. ഇനിയുള്ള സമയമെങ്കിലും റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ, ധാരാളം അമൽ ചെയ്യാൻ നല്ലൊരു പ്രതിജ്ഞയോടുകൂടിയായിരിക്കണം. താജുലുലമയുടെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട അതേ മഹാന്മാരുടെ അനുസ്മരിക്കുന്ന ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ നമുക്കുണ്ടാകണം കേട്ടോ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞു, ഇദാ മാതൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരിച്ചാൽ യത്ബഉഹു സലാസ, അവന്റെ കൂടെ 3 കാര്യങ്ങൾ അതേ ഖബർ വരെ പോകുന്നുണ്ട്. ഖബർ വരെ എത്തിയാൽ, ഖബറടക്കം ചെയ്തു കഴിഞ്ഞാൽ യർജിഉ ഇസ്നാൻ, 2 കാര്യങ്ങൾ മടങ്ങുകയാണ്. വയബഖാവാഹിദ്, 1 മാത്രം ബാക്കിയാവുകയാണ്. ഹബീബിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അവിടെ മരിച്ചു അവിടുന്ന് ബാക്കിയാകുന്നൊരു കാര്യം ഏതാണ്, മടങ്ങുന്ന 2 കാര്യങ്ങൾ ഏതാണ് നബിയെ? അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ, അഹ്ലുഹു വമാലുഹു, അവന്റെ കുടുംബക്കാര് മടങ്ങിപ്പോയി, ഖബറിലേക്ക് പ്രവേശനമില്ല. അവന്റെ മുതലുകൾക്കും ഖബറിലേക്ക് പ്രവേശനമില്ല. അവന്റെ വേലക്കാരും അവന്റെ ഖബറിൽ കൂടെ അവർക്ക് സഹായിയായില്ല. 2ഉം ഖബറടക്കം ചെയ്യുന്നതോടെ തിരിച്ചു പോവുകയാണ്. എന്നാൽ വയബഖാവാഹിദുൻ, 1 മാത്രം ബാക്കിയാവുകയാണ്. അതേതാ ഒന്നെന്നറിയുമോ? അമലുക, മോനെ നിന്റെ അമലുകളാണ്. സ്വാലിഹായ അമലുകൾ ചെയ്തിട്ടുണ്ടോ എങ്കിൽ ഖബറിൽ നിന്റെ കൂടെ ഉണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെ നമുക്ക് മഹാന്മാരായ മലക്കുകൾ വന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടാതെ വേദാറായി പോവുകയാണെങ്കിൽ സ്വാലിഹായ അമല് മനുഷ്യന്റെ രൂപത്തിൽ വന്നുകൊണ്ട് നിനക്ക് ജവാബ് നൽകാൻ സഹായിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് പഠിപ്പിച്ചുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഖബർ സന്തോഷത്തിലാകണം, ഖബർ നമുക്ക് പ്രകാശിച്ചു കിട്ടണം. അതിനു വേണ്ടി ധാരാളം അമലുകൾ ചെയ്യുക. സംസ്കാരം കളാക്കാതെ, ഹറാമ് ചെയ്യാതെ, ഗീബത്ത് പറയാതെ, അന്യങ്ങളെ ചീത്ത പറയാതെ, സയ്യിദുമാരെ അവഹേളിക്കാതെ, ഒരൊറ്റ മുഅ്മിനായ മനുഷ്യനെയും നിസ്സാരപ്പെടുത്താതെ, നല്ലതിന് വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ട് ജീവിതം നന്നാക്കി മരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവസാനിപ്പിക്കുകയാണ്. ധാരാളം ആളുകൾ ഈ മഹത്തായ പരിപാടിയിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമുക്ക് ദുആ ചെയ്ത് തരുന്നു. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ സകല പ്രയാസങ്ങളും അല്ലാഹു തആല നീക്കി തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ കഴിഞ്ഞതിന് ശേഷം പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദൂരെ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും ഒന്ന് അടുത്തേക്ക് വന്ന് നമുക്ക് പെട്ടെന്ന് ദുആ ചെയ്ത് അന്നിരായ സയ്യിദ് അവர்கள் നമുക്ക് ദുആ ചെയ്തു തരും. ഒരുപാട് ആളുകൾ പ്രത്യേകം